السلام عليكم ورحمة الله وبركاته. Recording in progress. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ജനങ്ങൾക്കിടയിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ അവർക്കിടയിൽ ഇടപെട്ട് സുൽഹുണ്ടാക്കുക എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതൊരു വലിയ പുണ്യകരമായ കാര്യമാണ്. കാരണം മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ രജ്ഞിപ്പിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് സമൂഹത്തിന് എപ്പോഴും നല്ലത്. ആ സമൂഹത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് സംഘങ്ങൾ തമ്മിലോ അതിരൂക്ഷമായ ഭിന്നതയും ശത്രുതയും ഉണ്ടാവുകയാണെങ്കിൽ അത് സമൂഹത്തിനൊട്ടും ഗുണം ചെയ്യില്ല. അപ്പോൾ സമൂഹത്തിന് എപ്പോഴും നല്ലത് എല്ലാ ആളുകളും നല്ല നിലയ്ക്ക് ജീവിക്കുകയും പരസ്പരം സൗഹാർദ്ദം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം അതിന് ഭംഗം വരുത്തുന്ന രീതിയിൽ രണ്ടാളുകൾ ഒരു നാട്ടിലോ ഒരു പ്രദേശത്തോ ഒരു ഗ്രാമത്തിലോ തെറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടാക്കുകയാണെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമം വളരെ ആവശ്യമാണ്. അപ്പം അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വളരെ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ. സുലാമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കെണിപ്പുകൾ, സന്ധികൾ എന്നൊക്കെയാണ്. മനുഷ്യന്റെ സന്ധികളില്ലേ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം. അപ്പം അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 കെണിപ്പുകളുണ്ടെന്നാണ്. 360 കെണിപ്പുകളുണ്ട്. ചിലത് കുറച്ച് വലിയ കെണിപ്പുകളാകാം. ഇപ്പം വിരലുകൾ ഉണ്ടാവും. ഒരു വിരലിനെ മടക്കിയാൽ ഏകദേശം 4-5 കെണിപ്പുകൾ ഒരു വിരലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കെണിപ്പുകൾ അള്ളാഹു സന്ധികൾ മനുഷ്യ ശരീരത്തിൽ വെച്ചതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. വളക്കാനും നീർത്താനും ചാടാനും ഓടാനും കളിക്കാനും ജോലി ചെയ്യാനും ഭാരം പൊക്കാനും ഭാരം ഇറക്കി വെക്കാനും സവാരി ചെയ്യാനും യാത്ര ചെയ്യാനും മരത്തിൽ കയറാനും മരത്തിൽ നിന്ന് ഇറങ്ങാനും ഏത് കാര്യങ്ങളും മനുഷ്യന് സാധിക്കുന്നത് അവൻ്റെ ശരീരത്തെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളക്കാനും തിരിക്കാനും സാധിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിന് അവനെ സഹായിക്കുന്നത് അവൻ്റെ ശരീരത്തിലുള്ള സന്ധികളാണ്. അപ്പം അങ്ങനെ 360ഓളം സന്ധികളുള്ള മനുഷ്യ ശരീരം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ ഈ സന്ധികളെല്ലാം ഭാഗവാക്കാവും. എല്ലാ സന്ധികൾക്കും അതിലൊരു പങ്കുണ്ടാവും. ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിലെല്ലാ മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ കെണിപ്പുകളും അതിൽ പങ്കാളിയാവും, ചെറിയ തോതിലോ വലിയ തോതിലോ. അപ്പം അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഓരോ സന്ധികളും ഓരോ നല്ല കാര്യത്തിൽ ഇടപെടുമ്പോൾ അതൊക്കെ അവന് സദഖയായിട്ട് മാറും. വിശദാംശങ്ങളുടെ ഹദീസുകൾ വരുന്നുണ്ട്, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. എന്നാൽ ഒരു ഷർറായ കാര്യത്തിനാണ് ഇവൻ മെനക്കെടുത്തതെങ്കിൽ ആ ഷർറിൽ അവൻ പ്രവർത്തിപ്പിക്കുന്ന അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ സന്ധികളും ആ തിന്മയിൽ ഭാഗവാക്കാവുകയാണെങ്കിൽ
അപ്പോൾ ഇതേ പ്രകാരം നന്മയിൽ ഓരോ സന്ധികൾക്കും അതിൻ്റേതായ ഭാഗം കൂലി കിട്ടുന്നത് പോലെ ഒരു തെറ്റായ ശിക്ഷാർഹമായ ഒരു കാര്യത്തിൽ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ്റെ ശരീരം അതിൽ ഭാഗഭാക്കാകുന്ന ഓരോ സന്ധികൾക്കുമനുസരിച്ച് അത് കുറ്റമായി മാറും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. അപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ച ഓരോ സന്ധികളും അതൊക്കെ സദക്ക കിട്ടുന്ന കാര്യമാണ്. സദക്ക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചത് നമ്മുടെ സമ്പത്തിൽ നിന്ന്, നമ്മുടെ ധനത്തിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കുക, അതാണ് നമ്മൾ സാധാരണ സദക്ക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അത് മാത്രമല്ല സദക്ക എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും അവന് സദക്കയാക്കി മാറ്റാം. ഹദീസിന്റെ അടുത്ത ഭാഗം ബാക്കി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ കൂടുതൽ തിരിയും. കുല്യോമിൻ തത്ലഉ ഫീഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം എന്താണ്? എല്ലാ ദിവസവും. തഅദീലു ബൈന ഇസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക, രജ്ഞിപ്പുണ്ടാക്കുക, സൗഹാർദ്ദം സ്ഥാപിക്കുക. പരസ്പരം ഭിന്നിച്ചു കഴിയുന്ന, തെറ്റിക്കഴിയുന്ന, അഭിപ്രായ ഭിന്നതയിലുള്ള രണ്ടാളുകൾക്കിടയിൽ ഒരാൾ ഇടപെട്ട് അതിൽ സംസാരിച്ച് ശരിയാക്കി അവരുടെ ശത്രുത ഇല്ലാതെയാക്കിയാൽ അതൊരു സദഖയാണ്. അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അവൻ്റെ നാക്ക്, അവൻ്റെ കൈകൊണ്ട് കാണിക്കുന്ന അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ, അതുപോലെ അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായി? രണ്ടാളുകൾക്കിടയിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ നീതിപൂർവകമായ ഒരു തീരുമാനമുണ്ടാക്കിയാൽ അത് സദഖ എന്ന് കാണാൻ കഴിയും. وتعين الرجل في دابته فتحمله عليها. ഇനി ഒരാൾക്ക് അയാളുടെ മൃഗം, ദാബത്ത് എന്ന് പറഞ്ഞാൽ സവാരിക്ക് അയാൾ ഉപയോഗിക്കുന്ന ഒട്ടകം, കുതിര പോലെയുള്ള ദാബത്ത്, മൃഗം, കഴുത ഒക്കെ സവാരിക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ്. അപ്പം ആ മൃഗങ്ങളുടെ പുറത്ത് കയറാൻ അയാൾ വിഷമിക്കുന്നു. ചിലപ്പോൾ അയാൾ ഒരു ഹാൻഡിക്യാപ്ഡ്, ഭിന്നശേഷിയുള്ള, എന്തെങ്കിലും അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഉയരം കുറഞ്ഞ ആളായിരിക്കാം, മൃഗം കുറേ ഉയരം കൂടിയ ആളായിരിക്കാം. അപ്പം അയാൾക്ക് അയാളുടെ വാഹനപ്പുറത്ത് കയറാൻ വേണ്ടി ഇദ്ദേഹം ഒന്നുകിൽ അയാളെ താങ്ങി അതിന് പുറത്ത് കയറ്റുന്നു, അതല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമായ ഉയരം വെച്ച് കൊടുക്കുന്നു, അതല്ലെങ്കിൽ മൃഗത്തെ പിടിച്ചു കൊടുക്കുന്നു, മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അയാൾ സാവകാശം. അങ്ങനെ ഒരാൾക്ക് ഒരാളുടെ വാഹനപ്പുറത്ത് കയറാൻ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അത് സദഖയായിട്ട് മാറും. ഔ തർഫഉ അലൈഹ മതാഅഹു സദഖ, അല്ലെങ്കിൽ നല്ല ഭാരം കൂടിയ ഒരു വസ്തു, ഒരു ചരക്ക്, അത് കുറെ കനമുള്ളതാണ്. ഒറ്റക്കതെടുത്ത് അയാളുടെ വാഹനത്തിൻ്റെ പുറത്ത് വെക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല കനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആ വിഷയത്തിൽ സഹായിക്കുക. അയാളും പിടിക്കുക, നമ്മളും പിടിക്കുക. ഭാരം കൂടിയ ഒരു ചരക്ക് ആ വാഹനപ്പുറത്തേക്ക് നമ്മൾ കയറ്റി വെച്ചു. അപ്പം അങ്ങനെ കയറ്റി വെക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, അത് അയാളെ സഹായിക്കലായി. അപ്പം അങ്ങനെയുള്ളത് അതും സദഖയായിട്ട് മാറും. ഒരാൾക്ക് ഭാരം കൂടിയ തൻ്റെ ഒരു ചരക്ക് തൻ്റെ വാഹനത്തിലേക്ക് കയറ്റാൻ, അതിനിപ്പോൾ ഒട്ടകം മറ്റൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ചെറിയ ഗുഡ്സ് വണ്ടികളാകട്ടെ, ലോറി ആകട്ടെ, കാറാകട്ടെ, ഏത് വസ്തുവിലേക്കും കുറച്ച് ഭാരമുള്ള, ഉദാഹരണത്തിന് ഒരു 19 കിലോ ഉള്ള അരിച്ചാക്കാൻ നോക്കുക. ചിലപ്പം എല്ലാവർക്കും അത് പിടിച്ച് ഒറ്റക്കതിൽ വെക്കാൻ കഴിയില്ല. അപ്പോൾ വേറെ തന്നെ അത് കണ്ടു, ഒരു ഭാഗം അയാളും താങ്ങിക്കൊടുത്ത് അങ്ങോട്ട് വെച്ചാൽ അത് സദഖയായിട്ട് മാറും. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വാക്ക്, ചീത്ത വാക്ക് എന്താവും, ഷർറാവും. അപ്പം അതിന് ശിക്ഷ കിട്ടും. അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്, അതായത് ഒരാളോട് നല്ല ലോക്യം പറയുന്നത്, അയാളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നത്, അതേ പ്രകാരം തന്നെ നല്ല ജനങ്ങൾക്ക് ഉപദേശം കിട്ടുന്ന ഒരു ഉപദേശമോ ക്ലാസ്സോ എടുത്തു കൊടുക്കുക, അതൊക്കെ കലിമത്തല്ലേ. അപ്പം ഇങ്ങനെയുള്ള
അതൊക്കെ സദഖയായിട്ട് മാറുന്നു. സദഖ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സദഖ എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വാക്കുകളും സംസാരങ്ങളും ഒക്കെ സദഖയാണ്. ഇനി ഒബി കുല്ലി ഖത്ബത്തിൻ തംശീഹ ഇല സലാത്തി സദഖത്തുൻ. ഇനി പള്ളി കുറച്ച് ദൂരെയാണ്, ഞാൻ അടുത്താട്ടെ ദൂരമാകട്ടെ, തൻ്റെ വീട് കുറേ ഇപ്പുറത്താണ്. അപ്പം വീട്ടിൽ നിന്ന് പൂർണ്ണമായും ഒളിവെടുത്ത് ആ ഒളിവൊക്കെ ശ്രദ്ധിച്ചെടുത്ത് കഴുകേണ്ട അവയവങ്ങളൊക്കെ പൂർത്തിയാക്കി കഴുകി പിന്നെ വസ്ത്രം ധരിച്ച് സുന്നത്ത് നമസ്കാരം നമസ്കരിക്കേണ്ടതാണെങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിച്ച് പിന്നെ ഫർദ് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഓരോ കാലടിയും ആ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ സാവധാനം നടന്ന് ഓരോ കാലടികളും അവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്തുന്നത് വരെ എത്ര അടി അവൻ നടന്നോ അതിന് കാലൊന്ന് പൊക്കി വെക്കണം, പൊക്കിയ കാല് താഴ്ത്തി വെക്കണം, പിന്നെ അടുത്ത കാല് പൊക്കണം, പിന്നെ അത് താഴ്ത്തി വെക്കണം. ഇങ്ങനെയുള്ള നടത്തം. അപ്പം അങ്ങനെ നടക്കുന്ന ഓരോ നടത്തവും അത് സദഖയാണ്. ഇന്ന് ആളുകൾക്ക് ഇത് ഇത്ര പ്രധാനപ്പെട്ട ഹദീസുകൾ ഒക്കെ പഠിച്ചാലും ചില ആളുകൾക്ക് ഇതിന് പ്രാധാന്യം മനസ്സിലാവും. അതുകൊണ്ട് എന്താണ്, പള്ളി ഉണ്ടെങ്കിൽ പോലും പള്ളിയിൽ പോകാൻ മടിയാണ്, അല്ലെങ്കിൽ അവിടെ നിസ്കാരം ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ നേരം വൈകി എത്തും. ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. പള്ളിയിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പള്ളിയിലും നമസ്കാരം തുടങ്ങുന്ന സമയം അറിയാം. അപ്പം ആ സമയം കണക്കാക്കി അവിടെ എത്താൻ തക്കത്ത സമയത്ത് മുമ്പേ വീട്ടിൽ നിന്ന് പുറപ്പെടുക. അപ്പം കഴിയുന്നതും വലിയ ദൂരമുള്ള പള്ളി അല്ലെങ്കിൽ നടന്നു പോകാനാണ് ഏറ്റവും ഉത്തമം. എന്നാലല്ലേ കൂടുതൽ കാലടിയുടെ എണ്ണം വർദ്ധിക്കുള്ളൂ. അപ്പം അതിനൊക്കെ വാഹനങ്ങൾ ഏർപ്പാടാക്കിയാൽ, സ്കൂട്ടറോ അതുപോലുള്ള വാഹനങ്ങൾ ഏർപ്പാടാക്കിയാൽ നമുക്ക് ഈ കാലടിൻ്റെ കൂലി, അപ്പം അതിൻ്റെതായ കൂലി കിട്ടും, പക്ഷേ കാലടിൻ്റെ കൂലി കിട്ടൂല. കാരണം അത് വാഹനപ്പുറത്ത് വളരെ വേഗത്തിൽ പോകുന്നതാണ്. അപ്പം അടുത്തൊക്കെ ഏതാണ്ട് നടന്നു പോകാവുന്ന ദൂരത്തുള്ള പള്ളിയിലൊക്കെ ആണെങ്കിൽ വാഹനമെടുത്ത് പോകാതെ നടന്നു പോകൽ തന്നെയാണ് നല്ലത്. ഓരോ കാലടിയും അവന് എന്താണ് ഗുണം ചെയ്യും. അപ്പം 3 വിധത്തിൽ. ഒന്ന്, പിന്നെ ഇവൻ കാല് പൊക്കി വെക്കുമ്പോൾ അള്ളാഹു അവൻ്റെ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. താഴ്ത്തി വെക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കുറ്റങ്ങൾ പുറത്തു കൊടുക്കും. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അയാൾ പൂർണ്ണമായ ഒളിവെടുത്ത് പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അയാൾ ഉയർത്തി വെക്കുന്ന ഓരോ കാലിനനുസരിച്ചും പദവികൾ കൂടുകയും താഴ്ത്തി വെക്കുന്ന ഓരോ കാലടികൾക്കനുസരിച്ചും അയാളുടെ കുറ്റങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അപ്പം അത് സദഖയാണ്. പിന്നെ തുമീത്തുൽ അദ അനിത്തരീക്ക് സദഖ. വഴിയിൽ നിന്ന് മനുഷ്യർക്ക് ഉപദ്രവമുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുക. അപ്പോൾ അതെന്ത് വസ്തുവാണെങ്കിലും തിരക്കടില്ല. ഒരു കുപ്പിക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ തോടോ അല്ലെങ്കിൽ ഒരു മുള്ളോ അല്ലെങ്കിൽ വൃത്തികെട്ട കടലാസുകളോ, അതല്ലെങ്കിൽ പാഴ് തുണി, അതായത് ആളുകൾക്ക് ഉപകാരമില്ലാത്തതും എന്നാൽ മനുഷ്യന്മാരുടെ കാലിൽ ചുറ്റി അത് തടഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതൊക്കെ എടുത്ത് മറ്റാളുകൾക്ക് ഉപദ്രവമുണ്ടാകും എന്ന് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ തന്നെ നടന്നു പോകുന്ന വഴി എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ മനസ്സിന് സന്തോഷം. അപ്പോൾ അവിടെ വൃത്തികേടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വൃത്തികേടായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വസ്തുക്കൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നതും സദഖയാണ്. അപ്പോൾ ഇതിലൊക്കെ മനുഷ്യൻ്റെ ഒക്കുല്ലു സുലാമാലി ഇത് ആദ്യം ആലോചിക്കണം. മനുഷ്യൻ്റെ എല്ലാ സന്ധികൾക്കും കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മനുഷ്യൻ്റെ ശരീരം ഇളകണം. താഴത്ത് വീണ് കിടക്കുന്നൊരു സാധനം എടുത്ത് ഉപദ്രവമില്ലാത്ത ഇടത്തേക്ക് മാറ്റിയിടണം. അതേപ്രകാരം തന്നെ ഒരു ചുമട് അത് പൊക്കാൻ കഴിയാത്ത ഒരാൾക്ക് അത് പിടിച്ചു കൊടുക്കണം. ഒരാളെ വാഹനപ്പുറത്ത് കയറ്റാൻ സഹായിച്ചു കൊടുക്കണം. ഇങ്ങനെ എന്തൊക്കെ നന്മയിൽ ഇവൻ്റെ ശരീരം പ്രവർത്തിക്കുന്നുവോ അപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കെണിപ്പുകളും ഇളകും.
അപ്പോൾ ഒരു നന്മയായിട്ടല്ല 360 സദഖയായിട്ടത് മാറും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ മഹത്തായ നന്മയുടെ ഓർമ്മ അവനുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നിലും നമ്മൾ നിരാശപ്പെടേണ്ടത് ആവശ്യമില്ല, ഒന്നിലും പിശുക്ക് കരുതേണ്ട ആവശ്യവുമില്ല. ഏതൊരു നല്ല കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അത് നിങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ കെണിപ്പുകൾക്കനുസരിച്ചും നിങ്ങൾക്കതിന് കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടില്ല നമുക്ക് വേണ്ടത്. എന്നാലല്ലേ നമ്മുടെ കൂലിയുടെ എണ്ണം, നന്മയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കും. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ഹദീസ് وعن أم كلثوم بنت عقبة بن أبي معيط رضي الله عنهما قالت. അപ്പോൾ ഈ ഉമ്മു കുൽസൂം എന്ന് പറയുന്നത് സഹാബിയായ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്തിന്റെ മകളാണ്. അവർ പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈസൽ കദ്ദാബു അല്ലദീ യുസ്ലിഹു ബൈനൻ നാസി ഫയൻമി ഖൈറൻ. ഒരാള് രണ്ട് തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പരം ലോക്യം, അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾ രണ്ടു കൂട്ടരും ഈ സുൽഹിലേക്ക് എത്താൻ ആവശ്യമായ തരത്തിൽ വളരെ നയപരമായി, വളരെ വിദഗ്ധമായി അവരുടെ മനസ്സുകൾ അടുക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങളൊക്കെ അയാൾ നടത്തുന്നു. അങ്ങനെ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അയാളെ കദ്ദാബ്, കളവ് പറയുന്നവൻ എന്ന് പറയാൻ പാടില്ല. അവൻ കദ്ദാബല്ല, അവൻ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് പിന്നെ രണ്ടാൾ തമ്മിൽ തെറ്റി നിൽക്കുക എന്ന് സങ്കല്പിക്കുക നമ്മൾ. അപ്പോൾ ഒരാളടുത്ത് പോയി നമ്മൾ സംസാരിക്കുക, ഞാൻ എൻ്റെ മറ്റേ സഹോദരനെ കണ്ടിരുന്നു, അയാൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നോട് പ്രത്യേകിച്ചൊരു വെറുപ്പൊന്നും അയാളുടെ മനസ്സിലില്ല, അതുകൊണ്ട് നീ അങ്ങോട്ടും കുറച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചാൽ നല്ല കാര്യമായിരിക്കും. അയാൾ എപ്പോഴും നിന്നെക്കുറിച്ച് നല്ലത് പറയാറുണ്ട്, അയാൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ മനസ്സിനെ, രണ്ട് തെറ്റി നിൽക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരാളുടെ മനസ്സിനെ മറ്റേയാളുടെ മനസ്സുമായി അടുപ്പിക്കാൻ പറയുന്ന വാചകങ്ങൾ ശരിയായ കളവുകളല്ല, അങ്ങനെ പറയാനും പാടില്ല. അതേസമയം ചില വിദഗ്ധമായ ചില രൂപത്തിൽ ഒന്ന് അടുത്ത് കിട്ടണ്ടേ, ഇവർ തമ്മിലൊന്ന് ലോക്യമായി കിട്ടാൻ ആവശ്യമായ രൂപത്തിലുള്ള സമർത്ഥമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് കളവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ ആ വാക്കുകൊണ്ട് അവനൊരു നന്മ വളർത്തുകയാണ്. ഇപ്പോൾ എൻമി ഖൈറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എൻമി ഖൈറൻ യഖൂലു ഖൈറൻ, അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കാനാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചില വാചകങ്ങളിലൂടെ ഒരുത്തൻ്റെ ശ്രദ്ധ ആകർഷിക്കാനും അയാളുടെ മനസ്സിൻ്റെ വെറുപ്പ് കുറക്കാനും ശത്രുത ലഘൂകരിക്കാനും ആവശ്യമായ രൂപത്തിൽ സംസാരിക്കുമ്പോൾ അവൻ കദ്ദാബല്ല, അവൻ നുണ പറയുന്നവനാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാം. ഈ ഹദീസിൻ്റെ ആശയം തന്നെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അവിടെയും ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തന്നെയാണ്. വലം അസ്മഅഹു യുറഖിസു ഫി ഷൈഇൻ മിമ്മ യഖൂലുഹു الناس ഇല്ലാ ഫി സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സത്യസന്ധനാണ്, സത്യം പറയാൻ ശക്തമായി പ്രേരണ കൊടുക്കുന്ന ആളാണ്, ഒരു നിലക്കും കളവിനെ ഇഷ്ടപ്പെടാത്ത ആളാണ്, കളവ് എല്ലാ തരത്തിലും കുറ്റകരമാണ് എന്ന് ഉപദേശിച്ച ആളാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക സാഹചര്യത്തിൽ വളരെ വ്യക്തമായ കളവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ രണ്ട് മനസ്സുകളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ചില സമർത്ഥമായി സംസാരിക്കുന്ന ചില പ്രയോഗങ്ങൾ, അത് സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്.
അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും പറയാൻ പാടില്ല. എന്നാൽ 3 വിഷയങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അത് അനുവദനീയമായി മാറും. ഉദാഹരണത്തിന് യുദ്ധം 2 നമ്മൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ വെറും ആയുധം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെട്ടുന്നത് മാത്രമല്ല, വാക്കുകൾ കൊണ്ടും ചിലപ്പോൾ ശക്തി പകരാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ തനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളെ വല്ല പറഞ്ഞു വിട്ടുക, നിങ്ങളൊന്ന് കരുതണം കേട്ടോ, ശത്രുക്കൾ വളരെ ഉഷാറാണ്, അവർക്ക് നല്ല ആയുധമുണ്ട്, നല്ല മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള പട്ടാളക്കാരുണ്ട്, അവരൊക്കെ ചെറുപ്പമാണ്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം അവരോട് കളിക്കാൻ, ഞാൻ നിങ്ങളോട് സന്തോഷം കൊണ്ട് പറയാണ് എന്നൊക്കെ ശത്രുപക്ഷത്ത് പോയി സംസാരിച്ചാൽ അവർ വളരെയധികം ശക്തന്മാരാണ്, പെട്ടെന്ന് അവരോട് യുദ്ധം ചെയ്താൽ നമ്മൾ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി ഈ യുദ്ധം അവസാനിപ്പിച്ച് ശത്രുക്കൾ പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ യുദ്ധവേളയിൽ വിശ്വാസികൾക്ക് അനുകൂലമായി വിശ്വാസികളോട് എതിർക്കാൻ വരുന്ന അവിശ്വാസികളോട് സമർത്ഥമായി അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനും അങ്ങനെ അവർ ആ യുദ്ധം അവസാനിപ്പിച്ച് പോകാനും ആവശ്യമായ തരത്തിലുള്ള സംസാരം നടത്തുവാൻ അനുവദനീയമുണ്ട്. അപ്പോൾ യുദ്ധത്തിലാണ് പിന്നെ എന്തെങ്കിലും സമർത്ഥമായ വാക്കുകൾ സംസാരിച്ച് ശത്രുവിനെ പിന്തിരിപ്പിക്കുന്നത് കളവല്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അൽ ഇസ്ലാഹ് ബൈനന്നാസ്, 2 വ്യക്തികൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കാൻ, സൗഹൃദമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ സംസാരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാളുടെ ഗുണം അയാളുടെ ഗുണം തന്നെയാണ്, പക്ഷേ നമ്മൾ കുറച്ച് നന്നായി പറയേണ്ടി വരും. വലിയ കാര്യം, പിന്നെ നല്ല മനുഷ്യനാണ്, എന്നോടൊരു വെറുപ്പൊന്നുമില്ല, ഹൈറാണ് ഇപ്പോഴും സംസാരിക്കണം, ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടെ, ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തിനാണ് തെറ്റി നിൽക്കുന്നത്, ഒരുപാട് ആളുകളുമായിട്ട് നല്ല സൗഹാർദ്ദം സ്ഥാപിക്കുന്ന ആളാണ്, പിന്നെ അയാളോട് എന്തിനാണ് നിങ്ങൾ തെറ്റി നിൽക്കുന്നത്, അങ്ങനെ തെറ്റാൻ പാടില്ല, അയാൾക്ക് നിങ്ങളോട് നന്നാണെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ, മനസ്സിലായോ? അങ്ങനെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം ഹൈറാണ്, അതിന് വിരോധമില്ല ഇസ്ലാമിൽ. അപ്പോൾ 2 പേർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സംസാരം ഹൈറാണ് എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം വഹദീസുർ റജുലി ഇംറാഅതഹു വഹദീസുൽ മർഅത്തി സൗജഹ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംസാരം. എപ്പോഴും വളരെയധികം അടുപ്പം നിലനിൽക്കേണ്ട 2 വ്യക്തിത്വങ്ങളാണ് ഭാര്യയും ഭർത്താവും. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ അകൽച്ചയും അവരുടെ സ്വൈര ജീവിതത്തെ ഇല്ലാതെയാക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ചില നിരുപദ്രവകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ചായ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഭക്ഷണ സാധനങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അഥവാ എന്തെങ്കിലും നമുക്ക് വിഷമമുള്ള, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ് ഭാര്യ ഉണ്ടാക്കിയതെങ്കിൽ ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വളരെ നല്ല രുചിയുണ്ട് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അതേപ്രകാരം തന്നെ ഭാര്യയ്ക്ക് ഇങ്ങോട്ടും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ചില സമർത്ഥമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നതിലോ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നതിലോ പ്രയോഗിക്കുന്ന ചില നല്ലതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ എന്താണ്, അത് കളവായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ അന്തിമമായ ഉദ്ദേശം സുൽഹുണ്ടാക്കുക എന്നതാണ്. അപ്പോൾ മറ്റേയാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ പിന്നെ സാധാരണ ഏതായാലും ഒരാൾ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ആ രൂപത്തിൽ പ്രാർത്ഥന, കാരണം ആമായ പ്രാർത്ഥന എല്ലാ നമസ്കാരത്തിലും നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ തശഹുദിൽ നമ്മൾ ഈ പ്രാർത്ഥന പറയുന്നുണ്ട്.
അസ്സലാമു അലൈക അയ്യുഹർ റസൂൽ വഅല അങ്ങനെ പറഞ്ഞുകൊണ്ട് അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇങ്ങനെ നമ്മൾ സാധാരണ എല്ലാ നമസ്കാരത്തിലും തശഹുദിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫഖദ് സല്ലംതും അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ ഫിസ്സമാഇ വൽ അർദ്. ഓരോ നമസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ സലാം പറയുന്നത് കുല്ലു അബ്ദിൻ അലാ കുല്ലി അബ്ദിൻ എല്ലാ അടിമക്കുമാണ്, സാലിഹിൻ സാലിഹായ അടിമക്കുമാണ്, വിസ്സമായി ആകാശത്തിലുള്ള ഒഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാവർക്കും സലാം എത്തിക്കഴിയും. മനസ്സിലായില്ലേ? അപ്പം ഇതേമാതിരി അയാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഒരു പരസ്പരം തെറ്റി നിൽക്കുന്ന ആളോട് സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, അയാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ശത്രു എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്നൊരാൾക്ക് പറയാം. കാരണം എല്ലാ നമസ്കാരത്തിലും എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പം ആ ദുആ ആമാണ്, എല്ലാവർക്കും അതിൻ്റെ ദുആൻ്റെ ഗുണം കിട്ടും. അപ്പോൾ നമ്മൾ പറയാണ് നിനക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ് ഇയാൾ, പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റി നിൽക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് ഒരു തകരാറുമില്ല എന്നർത്ഥം. ഇപ്പോൾ യുദ്ധപരമായ കാര്യങ്ങളിൽ കളവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഅബിന് അംർ എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം ഒരു യുദ്ധവേളയിൽ എന്ത് ചെയ്യും? ശത്രുവിനെ പേടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അതിരാവിലെ സൈനിക സംഘവുമായിട്ട് ശത്രുക്കളുടെ അഭിമുഖീകരിക്കേണ്ടി വരും. കുറച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം വിടും. അപ്പോൾ അവരോട് പോയി എന്നൊന്നും അറിയില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസവും രാവിലെ ആകുമ്പോൾ വല്ല വരും. അപ്പോൾ തലേ ദിവസം വന്ന സൈന്യമല്ല, പുതിയ ഒരു സഹായ സൈന്യം വന്നെത്തിയിട്ടുണ്ട് എന്ന് ശത്രുക്കൾക്ക് ധരിക്കാൻ അത് കാരണമാവും. അത്രയും അതിസൂക്ഷ്മമായി ഓരോരുത്തരെയും ഒന്നും വലിയ ശത്രുക്കൾ നോക്കി വെക്കൂലല്ലോ. അപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് യുദ്ധത്താവളത്തിൽ എത്തുമ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് അതിസമർത്ഥമായി പിൻവാങ്ങുകയും പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ വന്നുകൊണ്ട് അവരെ ഈ സൈന്യങ്ങളുമായി വരികയും ചെയ്യുമ്പോൾ ശത്രുക്കൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, ഇത് പുതിയൊരു സൈന്യമാണ്, ഇന്നലെ വന്നത് വേറെ ഉണ്ട്, ഇന്നിപ്പോൾ വേറൊരു കൂട്ടർ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സഹായ സൈന്യം വന്നിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമുക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, ഇവരൊരുപാട് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി പിന്തിരിയാൻ സാധിക്കും. ഇത് യുദ്ധത്തിലുള്ള ഒരു തന്ത്രമാണ്. ഇതേമാതിരിയുള്ള കാര്യങ്ങളൊന്നും വിരോധിക്കപ്പെട്ടതല്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നന്മ ചെയ്യാനുള്ള, സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു സന്ദർഭവും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. അതൊക്കെ നമ്മുടെ അതിലൊക്കെ ഇടപെടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓരോ സന്ധികൾക്കും നമുക്ക് പ്രതിഫലമുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തപ്പെടും. നമ്മുടെ സൽക്കർമ്മങ്ങൾ അതുകൊണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ദിക്റുകളും ദുആകളും നടത്തുന്നത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ നടത്തുന്നത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ, ഇങ്ങനെയൊക്കെ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിന് നമ്മുടെ നാവ് ചലിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുല്ലു സലാമ, എല്ലാ മനുഷ്യ ശരീരത്തിൻ്റെയും അവയവങ്ങൾക്ക് അവനിൽ പ്രതിഫലാർഹമായ കൂലിയുണ്ട്. അതാണ് കുല്ലു സലാമ മിനന്നാസി അലൈഹി സദഖ. മനുഷ്യർക്ക് എല്ലാ സന്ധികളിലും അവർക്ക് പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു നന്മ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അതിൽ ഭാഗവാക്കാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്താൽ 360 സദഖ കിട്ടും. നിങ്ങളുടെ ഓരോ സന്ധികളും അതിൽ ഭാഗവാക്കാവുന്നതിനനുസരിച്ച് പ്രതിഫലം കിട്ടും
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിൽ നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം, രണ്ടാളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുന്നത് പോലും ഇങ്ങനെ സദഖയാണ്. നല്ലൊരു കാര്യം ഒരാളോട് പറയുകയാണെങ്കിൽ സദഖയാണ്. നല്ലൊരു പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ, അയാളെ കൺമുട്ടുകയാണെങ്കിൽ സദഖയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന പാഠമാണ് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. വബാറകല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.